സെയിൽസ് കച്ചവടം എന്ന് പറയുന്നത് കുറച്ചുകൂടി ട്രിക്കി ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ്. നമുക്ക് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ സെയിൽസ് എന്ന കാര്യം പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്കാണ് ഈ ഒരു ഉൽപ്പന്നങ്ങളൊക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉൽപ്പന്നങ്ങൾ അവരുടെ സുഹൃത്തുക്കളിലേക്കോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിലേക്കോ ഈ പ്രൊഡക്റ്റ് എത്തിക്കണമെങ്കിലും അല്ലെങ്കിൽ അവരുടെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കണമെങ്കിലും അത് എങ്ങനെ സെയിൽ ചെയ്യണം, എങ്ങനെ ആളുകൾക്കിത് കച്ചവടം ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ധാരണ ശരിക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളും ഈ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൽവൻസ് ഹെൽത്ത് കെയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൂചിപ്പിച്ച പോലെ ഒരു 4 ടിപ്പുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നോ യുവർ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുക. കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം നിങ്ങളെ കൊടുക്കാൻ പോകുന്ന, നിങ്ങൾ സെല്ല് ചെയ്യാൻ പോകുന്ന ഉൽപ്പന്നം എന്താണെന്നും അത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇൻ കേസ് നമ്മളിപ്പം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരാളോട് സംസാരിക്കുമ്പോൾ ശരിക്കും വാദോരാതെ സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഡയറക്റ്റ് സെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റുകളൊന്നും എവിടെയും കാണാൻ പറ്റില്ല. മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെയോ ഒന്നും ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങളെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ആ ഒരു ഉൽപ്പന്നം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഏകദേശം ഒരു നല്ലൊരു ശതമാനം ഉൽപ്പന്നങ്ങളും ആയുഷ് പ്രീമിയം കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ തന്നെ ആയുർവേദിക് ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ തന്നെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ കെയർ, ഹോം കെയർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഓരോ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്, എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്, അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്, നമ്മളത് എന്തെങ്കിലും ഉൽപ്പന്നമായിട്ട് കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഉൽപ്പന്നത്തെക്കുറിച്ച് എന്ത് ചോദ്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? നിങ്ങൾ തന്നെ അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു പേസ്റ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സോപ്പ് ആണെങ്കിൽ പോലും എന്തുകൊണ്ട് ഞാൻ ഈ സോപ്പ് എടുക്കണം, എന്തുകൊണ്ട് ഞാൻ ഈ പേസ്റ്റ് വാങ്ങിക്കണം എന്നൊരു കസ്റ്റമർ നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഒരു ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ ഉൽപ്പന്നത്തിൻ്റെ പേരൊക്കെ വളരെ ട്രിക്കി ആയിട്ടാണ് ഈ ഒരു കമ്പനി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ലിവാഗൻ, ലിവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ബ്ലഡ് പ്യൂരിഫയർ, നമ്മുടെ രക്തശുചീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, വെൽഹാർട്ട്. അതും നമ്മുടെ വെൽഹാർട്ട് സ്പെല്ലിംഗ് വ്യത്യാസമുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള കാർഡിയോ സംബന്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഈ പേരുകളിലൂടെ തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉൽപ്പന്നങ്ങളുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നതോടൊപ്പം തന്നെ അത് എന്തിനാണ്, എങ്ങനെയാണ്, ആർക്കാണെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്, നോ യുവർ പ്രോഡക്റ്റ്. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം, നോ യുവർ കസ്റ്റമേഴ്സ്. നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങളെ മനസ്സിലാക്കുക. ഡയറക്റ്റ് സെല്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉൽപ്പന്നങ്ങളായാലും അതുപോലെ തന്നെ ഈ ഒരു വിപണന രീതി ആയാലും ജനങ്ങളിലേക്ക് ആദ്യമായിട്ട് അല്ലെങ്കിൽ വളരെ റെയറായിട്ട് മാത്രം എത്തുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഉൽപ്പന്നം എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആദ്യം കാണാൻ പോകുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പരിചയമുള്ള ആളുകളിലേക്കാണ്. അപ്പോൾ അവരിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം എങ്ങനെ നമുക്ക് ആ ഉൽപ്പന്നം നമ്മൾ അവർക്ക് കൊടുക്കണം, അതോടൊപ്പം തന്നെ അവർക്ക് എങ്ങനെയുള്ളൊരു ക്യാരക്ടേഴ്സാണ് അവരെന്നുള്ളത്. നമുക്കറിയാം നമ്മളൊരു ഉൽപ്പന്നത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആർക്കാണ് എന്ത് ഉൽപ്പന്നമാണ് ആവശ്യമായിട്ട് വരിക എന്നുള്ളത് നമുക്ക് അവർ സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ ഉൽപ്പന്നങ്ങളിൽ പേഴ്സണൽ കെയർ, ഹോം കെയർ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അവിടെ വേറെ മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ തന്നെ ഹെൽത്തിൻ്റെ റിപ്പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ, അതും നോർമലായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിൻ്റെ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഒരു കസ്റ്റമർ
ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അവരോട് നമ്മൾ ഉൽപ്പന്നത്തെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല. അതായത് നമുക്ക് എന്തൊക്കെ സംസാരിക്കാൻ പറ്റും, അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്താണ്, അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ വളരെ ഇൻഡെപ്തായിട്ട് അവരോട് പറയുന്നതിനെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല. അവരോട് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, നിങ്ങൾക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതാണ് നിങ്ങളുടെ റിസൾട്ട് നല്ലത്. അങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ഒരു നല്ല ശതമാനം ആളുകളും ഉൽപ്പന്നം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും. പ്രത്യേകിച്ച് സോപ്പ് പേസ്റ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വളരെ അറിയുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ആ സോപ്പ് പേസ്റ്റും അവരോടൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറയാം. ജസ്റ്റ് യൂസ് ഇറ്റ്, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും എന്നുള്ളത് നിങ്ങൾ സംസാരിച്ചു കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു കസ്റ്റമറെ കാണാൻ പോകുമ്പം ഇത്തരത്തിലുള്ള സോപ്പ് പേസ്റ്റ് പോലുള്ള പേഴ്സണൽ കെയറുകൾ സാധാരണ കയ്യിൽ വെക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഹോം കെയർ ഉൽപ്പന്നങ്ങൾ വെക്കാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഹോം കെയർ ഉൽപ്പന്നങ്ങൾ വെക്കുന്നതിന് ആ ഒരു ഉൽപ്പന്നങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ബ്രോഷർ ഉണ്ടായിരിക്കണം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ഒരു കസ്റ്റമറെ കാണാൻ വന്ന് ഇരുന്ന് അവരായിട്ടൊരു സ്റ്റാർട്ടിങ് സംസാരവും കഴിഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾ ആ ബ്രോഷർ എടുത്ത് വെക്കാതെ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങൾ മുന്നിൽ വെച്ചിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ സംസാരിച്ച് അതൊന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഹോം കെയർ ഉൽപ്പന്നങ്ങളിലേക്ക് അടക്കാം. ഹോം കെയർ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങൾ ബ്രോഷർ എടുക്കുക, എൻ്റെ ഹോം കെയർ ഉൽപ്പന്നങ്ങളുടെ പേജ് മാത്രം നിങ്ങൾ എടുത്തിട്ട് ആ കസ്റ്റമറിനെ കാണിക്കാം. ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ആ കസ്റ്റമർ എന്തായിരിക്കും, ഇങ്ങനൊരു ബ്രോഷർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലേ, അല്ലെങ്കിൽ വേറെയും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലേ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി അവർക്കുള്ളിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവുകയും ആ ബ്രോഷർ എടുത്ത് നോക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്. മാത്രമല്ല രണ്ടാമത്തെ പോയിന്റ്, ആ ബ്രോഷർ നോക്കുന്നതിലൂടെ ഈ സാധാരണ നമുക്ക് ഉപയോഗിക്കാവുന്ന പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഹോം കെയർ ഉൽപ്പന്നങ്ങളല്ലാതെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളും ഈ പുസ്തകത്തിൽ അല്ലാതെ നിങ്ങളുടെ ഈ ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കുകയും ചിലപ്പോൾ ഒരു കസ്റ്റമർ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നം അല്ലാതെ അതുള്ള വേറെ ഉൽപ്പന്നത്തെക്കുറിച്ച് എൻക്വയറി വരാനും സാധ്യത വളരെ ഏറെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതൊരു ചാൻസ് മാത്രമാണ്. നമുക്ക് എത്രത്തോളം ഇത് അപ്ലിക്കബിൾ ആവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ബ്രോഷർ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ലീഡറോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബ്രോഷർ കിട്ടും. ബ്രോഷറിൽ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതായത് ഒരു കസ്റ്റമർ പെട്ടെന്ന് ചോദിക്കുന്നു പേസ്റ്റിൽ എന്താ കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മളിങ്ങനെ മറിച്ച് സമയം കളയാൻ പാടില്ല. ഇന്ന പേജിലായിരിക്കാം എന്നുള്ളത് കൃത്യമായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മാത്രം ആദ്യം സംസാരിച്ച് മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഏത് ഉൽപ്പന്നത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ആ ഉൽപ്പന്നങ്ങൾ അടങ്ങിയിരിക്കുന്ന പേജ് മാത്രം കസ്റ്റമറെ കാണിക്കാം. കസ്റ്റമറിൻ്റെ ഉൽപ്പന്നത്തിലും നിങ്ങളിലും ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ ആ ഒരു ബ്രോഷർ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കുകയും അതിൽ വേറെ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. നമ്മളെ ടിപ്പുകളിലെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടെസ്റ്റിമോണിയൽസ് ആണ്. നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ഉൽപ്പന്നം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും നമുക്കും പുതിയ ഒരു അനുഭവമാണ്. അപ്പോൾ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും റിസൾട്ടുകൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളുടെ ടെസ്റ്റിമോണിയൽസ് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാം. അവരുടെ സമ്മതത്തോടു കൂടി മാത്രം നിങ്ങൾ ആ ടെസ്റ്റിമോണിയൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന ബുദ്ധിമുട്ടിന് നമ്മളൊരു ഉൽപ്പന്നം കൊടുത്ത് റിസൾട്ട് എടുത്തു കഴിഞ്ഞാലും ആ റിസൾട്ടിനെ കുറിച്ച് ആ കസ്റ്റമർ സംസാരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അവരുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇമേജസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം അവർക്ക് വേണ്ടുന്ന റിസൾട്ട് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുമെന്നുള്ളത് ആകെ മനസ്സിലാവുന്നത് എങ്ങനെയാണ്, ഈ ടെസ്റ്റിമോണിയലുകൾ കാണുന്നതുകൊണ്ടാണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ ഒരു കസ്റ്റമർ നിന്നിട്ട് ഞാൻ ഇന്ന ഉൽപ്പന്നം ഉപയോഗിച്ചിരിക്കുന്ന റിസൾട്ട് കിട്ടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രത്തോളം വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമല്ല. അതേസമയത്ത് ഇത്തരത്തിലുള്ള ഒരു മുറിവുകളോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ റിപ്പോർട്ടുകളോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ടെസ്റ്റിമോണിയലായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൂഫായിട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അത് നിങ്ങളെ ഈ സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. കാരണം ഇവിടെ ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്.
അപ്പോൾ അവരുടെ റിസൾട്ടുകളാണ് ശരിക്കും നമ്മൾക്ക് മറ്റൊരു സെയിൽസിന് വഴിവെക്കുന്നത്. അവരെന്ത് പറയുന്നു അതാണ് ഇവിടെ നമുക്കൊരു മൗത്ത് ഓഫ് അഡ്വർടൈസിങ് എന്നൊരു കാര്യമുള്ളത് കൊണ്ട് തന്നെ നമ്മളെന്ത് പറയുന്നു അതാണ് നമ്മളെ പരിചയപ്പെടുത്തുന്ന ആൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു ഉൽപ്പന്നത്തിനെ പരിചയപ്പെടുത്തുമ്പം ആ ഉൽപ്പന്നത്തോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് ഇന്ന ആളുകൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ മേ ബി ഒരു 80% അവരൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കസ്റ്റമേഴ്സിൻ്റെ റിസൾട്ട് കിട്ടിയ കസ്റ്റമേഴ്സിൻ്റെ കൺസേണോട് കൂടി തന്നെ ടെസ്റ്റിമോണികൾ എടുത്തു വയ്ക്കുക, അതൊരു ഡാറ്റാബേസ് ആയിട്ട് സൂക്ഷിക്കുക. നമ്മുടെ ടിപ്പിൻ്റെ 4ാമത്തെ ഒരു പോയിൻ്റാണ് റേറ്റ്സ്, വില. നമ്മുടെ ഉൽപ്പന്നങ്ങളും മറ്റുള്ള ഉൽപ്പന്നങ്ങളും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വില കൂടുതൽ തന്നെയാണ്. ഉൽപ്പന്നങ്ങൾക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് വിലയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വില അതിൻ്റെ ക്വാളിറ്റിക്കും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് പ്രോസസ്സുകൾക്കും കാര്യങ്ങൾക്കുമാണ് അത്രയും വില നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്ത് ശരിക്കും വില നമ്മൾ സംസാരിക്കുമ്പോൾ വിലയേക്കാൾ കൂടുതൽ, അതായത് ഇന്ന് ഈ ഉൽപ്പന്നത്തിന് ഇത്ര രൂപയാണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇതിൻ്റെ ടെസ്റ്റിമോണികൾ ഉപയോഗിച്ചുകൊണ്ടും ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടുമായിരിക്കണം. കാരണം നിങ്ങൾ ഈ ഒരു നിങ്ങൾ ചിലവാക്കുന്ന 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങളാണ്. ആ റിസൾട്ടിനായിരിക്കണം അവർ ആ ഒരു വില ഇടേണ്ടത്. അതവർക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ പറയുന്ന ടെസ്റ്റിമോണികളും അതുപോലെ കൃത്യമായിട്ടുള്ള ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ധാരണയും അറിവും കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതിൽ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം നമ്മൾ സംസാരിച്ച് അവരെ മാക്സിമം കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ സെയിൽസ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നിരന്തരം ട്രെയിനിങ്ങുകളിലൂടെ അതുപോലെ തന്നെ നിരന്തരം ആളുകളെ കാണുന്നതിലൂടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുത്തുന്നതിലൂടെയാണ് ഒരു സെയിൽസ് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. സെയിൽസിനെ കുറിച്ചുള്ള 4 പോയിന്റുകൾ. 1ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു നോ യുവർ പ്രൊഡക്റ്റ്. നിങ്ങളുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾ ഉണ്ടാക്കുക. നോ യുവർ കസ്റ്റമർ, നിങ്ങളുടെ കസ്റ്റമറിനെ കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 3ാമത്തത് ടെസ്റ്റിമോണികളാണ്. ടെസ്റ്റിമോണിയൽ എന്ന് പറയുമ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ ആകും ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇത് ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നത്. 5ാമത് റേറ്റ് എങ്ങനെ പറയണം എന്നുള്ളത്, റേറ്റിന് എങ്ങനെ പറയണം എന്നുള്ളതിലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു സ്കില്ലിരിക്കുന്നത്. മാത്രമല്ല ഈ ഉൽപ്പന്നങ്ങളൊക്കെ വില കുറഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് രീതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ചിലപ്പോൾ കസ്റ്റമർ ഒരു ഉൽപ്പന്നത്തിനൊക്കെ അത്രയും വില കുറഞ്ഞ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് നിങ്ങളുടെ കോളാണ്. അത് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ MRP വിലയിൽ തന്നെ നിങ്ങൾ ആ ഉൽപ്പന്നങ്ങളെ സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇവിടെ നിങ്ങൾക്ക് വലിയൊരു മാർജിൻ ഉള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് ഇവയൊക്കെ തന്നെ. നല്ല MRP സെയിൽ ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ടെക്നിക്കുകൾ ഇവിടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 100 ലൈക്കാണ്. മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഡേ കാണുന്നവരെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മിസ് ചെയ്തിലാൽ. ബൈ.